നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഇനി രാത്രിയും സുഖയാത്ര. എറണാകുളത്ത് നിന്ന് നിലമ്പൂരിലേക്ക് നീട്ടിയ മെമു സർവീസ് തുടങ്ങി. കേരളത്തിന്റെ റെയിൽവേ വികസനം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക താൽപര്യമെടുക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. വള്ളത്തോൾ നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ സൗകര്യങ്ങളായി. ആരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ ഇരുനില കെട്ടിടം നാടിന് സമർപ്പിച്ചു. അടിസ്ഥാന ചികിത്സാ സൗകര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് അധികൃതർ. ഷൊർണൂരിൽ റെയിൽവേ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. നിർത്തലാക്കിയ RMS സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും PKS ലോക്കൽ സമ്മേളനം. കുളപ്പുള്ളിയിൽ പൂക്കാസ യൂണിറ്റ് സമ്മേളനം. വാർത്തകൾ വിശദമായി. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ ഭാഗത്തേക്കുള്ള രാത്രി യാത്രാ പ്രശ്നത്തിന് വിരാമം. എറണാകുളത്ത് നിന്ന് ഷൊർണൂർ വഴി നിലമ്പൂരിലേക്ക് നീട്ടിയ മെമു സർവീസ് തുടങ്ങി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കേരളത്തിലെ റെയിൽവേ വികസനം കേന്ദ്ര സർക്കാർ വേഗത്തിലാക്കുന്നുണ്ടെന്ന് മെമു സർവീസിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ച മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ജംഗ്ഷൻ ഇന്ന് വികസനത്തിന്റെ പാതയിലാണ്. ശനിയാഴ്ച രാത്രി 8:40 8 റാക്കുകളും 800-ലധികം യാത്രക്കാരുമായി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മെമു സർവീസ് ആരംഭിച്ചത്. എറണാകുളം തൃശൂർ മേഖലയിൽ നിന്ന് രാത്രി നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ഇനി എക്സിക്യൂട്ടീവ് ട്രെയിനിനെ ആശ്രയിക്കാതെ മെമുവിൽ കയറി നിലമ്പൂരിലെത്താം. ഉദ്ഘാടന ദിനത്തിൽ 0636 നമ്പർ മെമു ട്രെയിനാണ് സർവീസ് നടത്തിയത്. ഞായറാഴ്ച മുതൽ 66325, 66326 നമ്പറുകളിലുള്ള എറണാകുളം ഷൊർണൂർ മെമു തന്നെയായിരിക്കും നിലമ്പൂർ സർവീസ് നടത്തുക. നിലവിൽ വൈകിട്ട് 5:40 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യാത്രയാരംഭിക്കുന്ന മെമു രാത്രി 8:30 ഷൊർണൂരിലെത്തും. 8:35 ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് യാത്ര തിരിക്കും. 8:49 വല്ലപ്പുഴയിലും 8:54 കുലുക്കല്ലൂരും 9:01 ചെറുകരയിലുമെത്തും. 9:10 അങ്ങാടിപ്പുറം, 9:17 പട്ടിക്കാട്, 9:25 മേലാറ്റൂരും എത്തുന്ന രീതിയിലാണ് സമയക്രമീകരണം. 9:42 വാണിയമ്പലത്തെത്തുന്ന ട്രെയിൻ രാത്രി 10:05 നിലമ്പൂരിലെത്തി യാത്ര അവസാനിപ്പിക്കും. പിറ്റേന്ന് പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്ന് മടങ്ങുന്ന ട്രെയിൻ 3:49 വാണിയമ്പലത്തും 4:24 അങ്ങാടിപ്പുറത്തും 4:55 ഷൊർണൂരുമെത്തും. ഉദ്ഘാടന പരിപാടിയിൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റൌത്ത് സ്വാഗതം പറഞ്ഞു. VK ശ്രീകണ്ഠൻ MP, P മമ്മിക്കുട്ടി MLA, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, മുൻ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ്, അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ M ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിലമ്പൂരിലേക്കുള്ള അവസാന ട്രെയിൻ പിടിക്കാൻ യാത്രക്കാർ ഇനി ഓടിത്തളരേണ്ട. ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ പോയാലും തൊട്ടുപിറകെ എത്തുന്ന മെമുവിൽ കയറാം. മെമു പുറപ്പെടുന്ന സമയം വൈകിപ്പിച്ചാൽ 10 ട്രെയിനുകൾക്ക് കൂടി കണക്ഷനുമാകും. 6-ാമത്തെ പ്ലാറ്റ്ഫോമിൽ 8 മണിയോടെ എത്തുന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവിൽ നിന്ന് 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസിനെ ലക്ഷ്യം വെച്ചാണ് വർഷങ്ങളായി യാത്രക്കാരുടെ ഓട്ടം. 7 മണിയോടെ ഷൊർണൂർ ജംഗ്ഷനിലെത്തുന്ന നിലമ്പൂർ എക്സ്പ്രസ് കൃത്യം 8:10 ഷൊർണൂരിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതാണ് യാത്രക്കാർക്ക് വിനയായത്. 7:47 എക്സിക്യൂട്ടീവിൻ്റെ യഥാർത്ഥ സമയമെങ്കിലും 8:10 ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് സ്റ്റേഷനിൽ എത്തുന്നത്. എറണാകുളം നിലമ്പൂർ മെമു യാത്രയാരംഭിച്ചതിൻ്റെ ഭാഗമായി ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൻ്റെ സമയത്തിൽ റെയിൽവേ മാറ്റം വരുത്തിയിട്ടുണ്ട്. രാത്രി 8:15 ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ട്രെയിൻ ഇനി മുതൽ രാത്രി 7:10 സർവീസ് നടത്തുക. 7:44 അങ്ങാടിപ്പുറത്തും 8:18 വാണിയമ്പലത്തും 8:50 നിലമ്പൂരും എത്തുന്ന രീതിയിലാണ് സമയക്രമീകരണം. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് രാത്രി 8:05 പുറപ്പെടുന്ന സമയം 10 മിനിറ്റ് വൈകിപ്പിച്ചു. 8:15 നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 9:45 ഷൊർണൂരിൽ എത്തുക. എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് സർവീസ് ആരംഭിച്ചതിന് മുമ്പ് നിലമ്പൂരിലേക്കുള്ള അവസാന ട്രെയിൻ ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ് ആയിരുന്നു. മെമു പുറപ്പെടുന്ന സമയം വൈകിപ്പിച്ചാൽ 10 ട്രെയിനുകൾക്ക് കണക്ഷനാകും. ഒറ്റപ്പാലം നിലമ്പൂർ മെമു രാത്രി 8:30 ഷൊർണൂരിൽ എത്തിക്കഴിഞ്ഞ് 9:15 നിലമ്പൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചാൽ മതിയെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. തിരുവനന്തപുരം വന്ദേ ഭാരത്, കണ്ണൂർ ജനശതാബ്ദി, നിസാമുദ്ദീൻ, പൂർണ്ണ, തിരുവനന്തപുരം എക്സ്പ്രസ്, കൊച്ചുവേളി
ഓഖ എറണാകുളം, നാഗർകോവിൽ, തിരുവനന്തപുരം എക്സ്പ്രസ്, യശ്വന്ത്പൂർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിൽ വന്നിറങ്ങുന്ന നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് മെമു ഉപയോഗപ്പെടുത്താനാകും. നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന സമയം അല്പം നേരത്തെയാക്കിയാൽ 4:30 പുറപ്പെടുന്ന ഷൊർണൂർ, എറണാകുളം, ആലപ്പുഴ മെമുവിനും അത് കണക്ഷനാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വള്ളത്തോൾ നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ഇരുനില കെട്ടിടം നാടിന് സമർപ്പിച്ചു. കെ രാധാകൃഷ്ണൻ MP കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയിൽ സൗകര്യപ്രദമായ കെട്ടിടമെന്നത് നാട്ടുകാരുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു. ദീർഘകാലമായുള്ള സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ ആഹ്ലാദത്തിലാണ് വള്ളത്തോൾ നഗർ നിവാസികൾ. ആശുപത്രിക്ക് സൗകര്യപ്രദമായ കെട്ടിടമായതോടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വടക്കാഞ്ചേരിയിലെയും ഷൊർണൂരിലെയും ആശുപത്രികളെ ആശ്രയിക്കേണ്ടിയിരുന്ന അവസ്ഥയ്ക്കാണ് മാറ്റമുണ്ടായത്. മുൻ MLAയും MP-യുമായ കെ രാധാകൃഷ്ണൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. ജീവിതശൈലി കൂടി നമുക്ക് മാറ്റം വരുത്തി രോഗമില്ലാത്തവരായിട്ട് മാറ്റുക എന്നുള്ള കാഴ്ചപ്പാടുകൂടി നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നമ്മുടെ ഡോക്ടർ പറയുകയാണ് കുറച്ചുകൂടി ആധികാരികത. അങ്ങനെ വരുന്ന ഒരവസ്ഥ കൂടി നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടായാൽ അത് നമ്മുടെ സമൂഹത്തിലേറെ ഗുണപരമായി മാറും. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം, അതോടൊപ്പം നല്ല വെള്ളം കഴിക്കുക. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. 1991 ആരംഭിച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രം 2 വർഷം മുമ്പാണ് കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. ചെറിയ കെട്ടിടത്തിൽ പരിമിതികളേറെയായിരുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായതോടെ വലിയ രീതിയിലുള്ള ആശുപത്രി വികസനമാണ് നാട്ടുകാർ സ്വപ്നം കാണുന്നത്. 4212 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച കെട്ടിടത്തിന് ഇരുനിലകളിലായി 9 മുറികളുണ്ട്. ചികിത്സാ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടികജാതി ക്ഷേമ സമിതി ഷൊർണൂർ ലോക്കൽ സമ്മേളനം അയ്യങ്കാളി സ്മാരക ഹാളിൽ നടന്നു. PKS സംസ്ഥാന കമ്മിറ്റി അംഗം P. വാസു ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂരിൽ റെയിൽവേ മെഡിക്കൽ കോളേജ് കൊണ്ടുവരണമെന്നും നിർത്തലാക്കിയ റെയിൽവേ RMS സംവിധാനം തിരികെ കൊണ്ടുവരണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. രാവിലെ ഷൊർണൂരിലെ സിറ്റി സ്ക്വയറിൽ പ്രസിഡന്റ് M. നാരായണൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും പ്രകടനവും നടന്നു. നഗരസഭ ബസ് സ്റ്റാൻഡിലെ അയ്യങ്കാളി സ്മാരക ഹാളിൽ വെച്ചായിരുന്നു പട്ടികജാതി ക്ഷേമ സമിതി ഷൊർണൂർ ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചത്. PKS സംസ്ഥാന കമ്മിറ്റി അംഗം P. വാസു ഉദ്ഘാടനം ചെയ്തു. 100% പട്ടികജാതി ജനവിഭാഗം എത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നു. പല പല കാരണങ്ങളാണ്. ഒന്ന്, ഒരു കുട്ടിയെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പറഞ്ഞയക്കണമെന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള കുട്ടിയെ നോക്കാൻ ഒരാളുടെ ആവശ്യമുണ്ട്. എന്താണ് അതിന് ആവശ്യം വരുന്നത്? ഈ രക്ഷിതാക്കൾക്ക് ഇവർക്ക് ആവശ്യമായ ആഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ പുറമെ ജോലിക്ക് പോകുമ്പോൾ ഈ കുട്ടിയെ നോക്കാൻ ആളുകൾ. അപ്പൊ ഈ കുട്ടിയെ നോക്കാൻ ആളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി കഴിയില്ല. സമ്മേളനത്തിൽ പ്രസിഡന്റ് M. നാരായണൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ MK ജയപ്രകാശ്, ND ദിൻഷാദ്, PKS നേതാവ് ES കൃഷ്ണൻ, അജിത, VK രാജഗോപാൽ, രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. VC ശങ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചർച്ച, മറുപടി, തെരഞ്ഞെടുപ്പ് എന്നിവയുമുണ്ടായി. ഷൊർണൂരിൽ റെയിൽവേ മെഡിക്കൽ കോളേജ് കൊണ്ടുവരണമെന്നും നിർത്തലാക്കിയ റെയിൽവേ RMS സംവിധാനം തിരികെ കൊണ്ടുവരണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പുരോഗമന കലാസാഹിത്യ സംഘം കുളപ്പള്ളി യൂണിറ്റ് സമ്മേളനം നടനും നോവലിസ്റ്റുമായ സ്വാതി മോഹൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കലാകാരന്മാർക്കുള്ള ആദരവും ഉണ്ടായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം കുളപ്പള്ളി യൂണിറ്റ് സമ്മേളനവും ആദരിക്കൽ ചടങ്ങും കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. നടനും നോവലിസ്റ്റുമായ സ്വാതി മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദുരവസ്ഥയുടെ ഒക്കെ നേരിട്ട് വന്ന ഒരു കാലമുണ്ട്. ഏറ്റവും തീക്ഷ്ണമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ പറയുന്നത്. അത്തരം കാലഘട്ടങ്ങളിലും പ്രോജ്വലമായ പരിപാടികളുമായി പുരോഗമന കലാ സാഹിത്യ സംഘം ജനങ്ങൾക്കിടയിൽ അതിൻ്റെ പ്രചരണ പരിപാടികളുമായിട്ട്
ജനാധിപത്യത്തിന് വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ അത്ര അതിനേക്കാൾ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 23 കലാകാരന്മാരെ ചടങ്ങിൽ പൊന്നാടയണിച്ച് ആദരിച്ചു. സമ്മേളനത്തിൽ അജയ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ KM ലക്ഷ്മണൻ, മേഖലാ പ്രസിഡന്റ് U ബാലേന്ദ്രൻ, സുധീർ, രാജീവ്, രഞ്ജിത്ത്, ഷർമിള, K മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കലാകാരന്മാരുടെ മറുപടി പ്രസംഗവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സാങ്കേതിക കാരണങ്ങൾ നിരത്തി പെൻഷൻ അപേക്ഷ അധികാരികൾ നിഷേധിച്ചതോടെ സ്വന്തം കയ്യിൽ നിന്ന് വീട്ടമ്മയ്ക്ക് പെൻഷൻ നൽകി പഞ്ചായത്ത് അംഗം. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറും മുസ്ലിം ലീഗ് നേതാവുമായ VM അൻവർ സാദിഖാണ് കോഴിച്ചുള്ള സ്വദേശിയായ 62 വയസ്സുള്ള സാവിത്രിക്ക് സ്വന്തം നിലയിൽ പെൻഷൻ നൽകിയത്. സാങ്കേതിക കാരണങ്ങൾ നിരത്തിയാണ് അധികാരികൾ സാവിത്രിയുടെ പെൻഷൻ നിഷേധിച്ചത്. ഓണക്കാലത്ത് പ്രതിസന്ധിയിലായ വീട്ടമ്മയ്ക്ക് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകിയാണ് വാർഡ് മെമ്പർ VM അൻവർ സാദിഖ് സ്നേഹത്തിൻ്റെ മറ്റൊരു മാതൃക സൃഷ്ടിച്ചത്. ഇവരുടെ വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറി. സാമൂഹ്യ പെൻഷനു വേണ്ടി നിയമ പോരാട്ടം നടത്തുമെന്നും സർക്കാരിൻ്റെ പെൻഷൻ ഇവർക്ക് അനുവദിക്കുന്നതുവരെ താൻ പെൻഷൻ നൽകുമെന്നും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. 2 വർഷമായി സാവിത്രി മണ്ണൂർ പഞ്ചായത്തിൽ ക്ഷേമ പെൻഷനു വേണ്ടി കയറിയിറങ്ങുകയാണ്. 2 മക്കളുണ്ടെന്നും ഇവർ ഗൾഫിലാണെന്നും വീടിനു മുന്നിൽ കാറുണ്ടെന്നും പറഞ്ഞാണ് അധികൃതർ അപേക്ഷ നിരസിച്ചത്. എന്നാൽ മക്കൾ വിവാഹം ചെയ്ത് പോയവരാണെന്നും 20 വർഷം മുമ്പ് പഴയ വിലക്കെടുത്ത കേടുവന്ന കാറാണ് വീടിനു മുന്നിൽ കട്ടപ്പുറത്ത് കാണുന്നതെന്നും കർഷക തൊഴിലാളിയായ സാവിത്രി പറഞ്ഞു. ഞാൻ പെൻഷന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്തിൽ കയറി ഇറങ്ങണം. എൻ്റെ മകനൊരു കാറുണ്ട്, അവർ ഗൾഫിലാണ് എന്നും പറഞ്ഞാണ് എൻ്റെ പെൻഷൻ തരാതെ മുടക്കിയിടുന്നത്. 2 പ്രാവശ്യം കൊടുത്ത അപേക്ഷകളും നമ്മുടെ പഞ്ചായത്ത് തിരിച്ചയച്ചു എൻ്റെ കയ്യിൽ. അതൊരു സങ്കടം തന്നെയാണ്. ഇക്കാര്യം തനിക്ക് നേരിൽ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വീട്ടമ്മയ്ക്ക് പെൻഷൻ നൽകുന്നതെന്ന് വാർഡ് മെമ്പർ VM അൻവർ സാദിഖ് വ്യക്തമാക്കി. ഇതുപോലെ ഒട്ടനവധി പാവപ്പെട്ട ആളുകൾ, അർഹതപ്പെട്ടവർ ഇത് കിട്ടാതെ നടക്കുന്നുണ്ട്. സാവിത്രി ചേച്ചിയുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ ഞാനുണ്ടാവുമെന്ന് നമ്മുടെ വാർഡ് സംഗമത്തിൽ അവർക്ക് ഉറപ്പ് നൽകിയതാണ്. ഓണം പ്രമാണിച്ച് തൊട്ടടുത്ത വീടുകളിലുള്ളവരെല്ലാം പെൻഷൻ വാങ്ങുമ്പോൾ ഇവർ അത് നിസ്സഹരായി നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതിനൊരു പരിഹാരമെന്ന നിലയിൽ നിയമപരമായി ഇവർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ നിയമസഹായവും ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ പെൻഷൻ കിട്ടുന്നത് വരെ ഗവൺമെൻറ് കൊടുക്കുന്ന എല്ലാ സമയങ്ങളിലും സാവിത്രി ചേച്ചിക്ക് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ പെൻഷൻ നൽകുകയും ചെയ്യും എന്ന് ഞാൻ അവർക്ക് ഉറപ്പ് നൽകുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ലയൺസ് ക്ലബ്ബ് ഓണം ട്രേഡ് ഫെയർ തുടങ്ങി. കൊപ്പം ലയൺസ് സ്കൂൾ ഗോൾഡൻ ജൂബിലി ഹാളിൽ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്തു. വസ്ത്രങ്ങൾ, ഫാഷൻ ആക്സസറീസ്, മെഹന്തി, ഫേസ് പെയിന്റിംഗ്, ഓട്ടോമൊബൈൽസ്, ഗൃഹോപകരണങ്ങൾ, ഫർണിച്ചറുകൾ, ഫുഡ് കോർട്ട് തുടങ്ങിയവ മേളയുടെ ഭാഗമാണ്. 104 വർഷത്തെ പാരമ്പര്യവുമായി പാലക്കാട് വലിയങ്ങാടി എണ്ണക്കൊട്ടിൽ സ്ട്രീറ്റിലെ ഇട്ടിയാര വെളിച്ചെണ്ണ സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളും ഉണ്ട്. വിവിധ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ട്രേഡ് ഫെയറിലൂടെ ലയൺസ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാത്രികാലങ്ങളിൽ ട്രെയിൻ ഇറങ്ങുന്നവർ ഇഴജന്തുക്കളെ ഭയന്നാണ് യാത്ര. റെയിൽവേ സ്റ്റേഷൻ പരിസരം കാട് മൂടിയതിനാൽ യാത്രക്കാർ ഏറെ ഭയപ്പാടിലാണ്. പറളി റെയിൽവേ സ്റ്റേഷന്റെ സ്ഥിതിയാണ് ഇത്. റെയിൽവേ സ്റ്റേഷൻ പരിസരം കാട് മൂടിയതിനാൽ യാത്രക്കാർ ഭയപ്പാടിലാണ്. ഇവിടെ രാത്രികാലങ്ങളിൽ ട്രെയിൻ ഇറങ്ങുന്നവർ ഇഴജന്തുക്കളെ ഭയന്നാണ് യാത്ര. സ്റ്റേഷനിൽ നിന്നും റോഡിലേക്ക് പാളം മുറിച്ച് കിടക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി സ്ഥാപിച്ച ഗോവണി ഇറങ്ങുന്ന ഭാഗത്താണ് കാട് മൂടിക്കിടക്കുന്നത്. രാപ്പകൽ ഭേദമന്യേ ഇവിടെ വിഷജന്തുക്കളുടെ വിരാഹ കേന്ദ്രമായും കാട് മൂടിയതിനാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് സ്റ്റേഷനിൽ ഇറങ്ങുന്ന സ്ത്രീകളും കുട്ടികളുമാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. കാട് മൂടിയതിനാൽ മാലിന്യ വസ്തുക്കളും ഇവിടെ നിക്ഷേപിക്കുന്നുണ്ടെന്നും ഇത് തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളി പഞ്ചായത്ത് ലൈഫ് PMAY ഭവന ഗുണഭോക്തൃ സംഗമം പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു. K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കേരളത്തിൽ പലയിടത്തും പണം പിരിച്ചിട്ട് പണമൊക്കെ പോക്കറ്റിലാക്കി ഇപ്പോൾ വാർത്തകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോകണം ആർക്കും അറിയില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം അവർ പിരിച്ച പണമൊക്കെ പോക്കറ്റിലാക്കിയെന്ന് ഞങ്ങൾ കേട്ടു. ഇത് നടക്കുന്നുണ്ട് നാട്ടിൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ PMAY പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ
എന്ന് വെച്ചാൽ 72,000 രൂപ തരിക. അപ്പോൾ പ്രധാനമന്ത്രിയുടെ അവിടെ ഒരു നിർദ്ദേശം പറയാണ്, ഞങ്ങൾ 72,000 രൂപ തന്നാൽ നിങ്ങളിവിടെ വീട് വെക്കുമല്ലോ, ആ വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ അംഗീകരിക്കുക. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേണുകാദേവി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC മോഹൻരാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV ചെമ്പകവല്ലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ദിനേശ്, വാർഡ് മെമ്പർമാരായ മൃണാളിനി, KT സുരേഷ് കുമാർ, പ്രബീണ KP, KN ആനന്ദ് ജി, KA ഷഹന, ബിന്ദു രമേശ്, പ്രീത KK, മാലിനി VR, ബിന്ദു KM, രാജേഷ് V എന്നിവർ സംസാരിച്ചു. പറളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KT സന്ധ്യ സ്വാഗതവും VEO ഫാത്തിമ ജാസ്മി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഇനി രാത്രിയും സുഖയാത്ര. എറണാകുളത്ത് നിന്ന് നിലമ്പൂരിലേക്ക് നീട്ടിയ മെമു സർവീസ് തുടങ്ങി. കേരളത്തിന്റെ റെയിൽവേ വികസനം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക താൽപര്യമെടുക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. വള്ളത്തോൾ നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ സൗകര്യങ്ങളായി. ആരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ 2 നില കെട്ടിടം നാടിന് സമർപ്പിച്ചു. അടിസ്ഥാന ചികിത്സാ സൗകര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് അധികൃതർ. ഷൊർണൂരിൽ റെയിൽവേ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. നിർത്തലാക്കിയ RMS സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും PKS ലോക്കൽ സമ്മേളനം. കുളപ്പുള്ളിയിൽ പൂക്കാസ യൂണിറ്റ് സമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.